വിശ്വസ്തനും സത്യവാനും എന്ന പേരുള്ള ദൈവ വചനമെന്ന അപരനാമത്താൽ അറിയപ്പെടുന്നു നമ്മുടെ കർത്താവിൻ്റെ ധന്യവും വിശുദ്ധവുമായ നാമത്തിന് ഇന്ന് രാത്രിയിലും വാഴ്വുകൾ. നമ്മുടെ പാപങ്ങളെ തൻ്റെ മേൽ ഏറ്റ് ക്രൂശിന്മേൽ കയറി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി തൻ്റെ അടിപ്പിണരുകളാൽ നമ്മെ സൗഖ്യമാക്കിയ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിന്റെ മുൻപിലായിരിക്കാൻ ദൈവം അവസരം നൽകുന്നതിനായി കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അസൗകര്യങ്ങളും പരിമിതികളും ഒക്കെ നമുക്കുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ നടുവിലും നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരുമിച്ചായിരിക്കാനും വചനം പഠിപ്പാനും ഒക്കെ ദൈവം അവസരം തരുന്നുവല്ലോ. എബ്രഹാം ജോസഫ് പാസ്റ്റർ ഏറ്റവും ഒടുവിൽ പറഞ്ഞതുപോലെ അതേ ഞാൻ കേട്ടുള്ളൂ. നമ്മുടെ കർത്താവിൻ്റെ വരവാണ് നമ്മുടെ പ്രത്യാശ. സ്തോത്രം. ദൈവപുത്രന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയാണ് ദൈവസഭയുടെ പ്രത്യാശ. ദൈവപുത്രന്മാരുടെ തേജസ്സിന്റെ പ്രത്യക്ഷതയാണ് സകല സൃഷ്ടിയുടെയും പ്രത്യാശ. സ്തോത്രം. ആ ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗത്ത് വിവരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിന്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരം. അവിടെ the triumphal glorious second advent of our Lord Jesus Christ, the triumphal glorious manifestation of Jesus, appearance of Jesus, that also his second advent upon the earth. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അജയ്യമായ തേജസ്സിൽ ഉള്ള പ്രത്യക്ഷതയാണ് നാം കാണുന്നത്. ജയാളിയായി ശത്രുക്കളെ മുഴുവനും തന്റെ കാൽ കീഴാക്കിക്കൊണ്ട് വിജയ ശ്രുതി മുഴക്കി നമ്മൾ ചില പാട്ടുകളിലൊക്കെ പാടുന്നത് പോലെ വിശുദ്ധന്മാർക്ക് ഏറ്റവും ആനന്ദകരമായ നിലയിലും ദുഷ്ടന്മാർക്ക് ഏറ്റവും ഭീതികരനായും വെളിപ്പെടുന്ന ഒരു വെളിപ്പാടാണ് ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത്. വെളിപ്പാട് 19-11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് അവയ്ക്ക് ആധാരം. ഇവിടെ നാം കാണുന്നത് സകല പ്രവചനങ്ങളുടെയും പൂർത്തീകരണമാണ്. സകല പ്രവചനങ്ങളുടെയും പൂർത്തീകരണം. Here is the consummation of all prophecies, fulfillment of all prophecies. സകല പ്രവചനങ്ങളും ഇവിടെ നിറവേറ്റപ്പെടുന്നതായി നമുക്ക് കാണാം. സ്തോത്രം. ക്ലിയർ അല്ല. ക്ലിയർ ആകുന്നില്ലേ?